ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. PS5നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു HDMI കണക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടിവിയോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത ആ സാധനം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഔട്ട് അവിടെ കിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുവാണ്. ഫസ്റ്റ് ഇതിന് മോണിറ്റർ ആണോ അല്ലെങ്കിൽ TV ആണോ ബെസ്റ്റ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളിൽ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ടാണ്. നിങ്ങളൊരു ഹാർഡ്ലി ഗെയിം ഓറിയന്റഡ് പേഴ്സൺ ആണ്, ഇൻപുട്ട് ലാഗ് തീരെ കുറവായിട്ട് ഷൂട്ടിംഗ് ഗെയിംസുകളൊക്കെ കളിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ടൈം, അതുപോലെ വിഷ്വൽസിന് കൂടുതൽ വ്യക്തത ഉണ്ടാവണം. അതിന്റെ ഏറ്റവും അവസാനം നിങ്ങളൊരു ഡെസ്ക് സെറ്റപ്പിൽ ഇരുന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിൽ നിന്നൊക്കെ മാറി നിങ്ങളൊരു ഓപ്പൺ പ്ലേസിൽ ഒരു വലിയ സ്ക്രീനിൽ കാഷ്വൽ ആയിട്ട് ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസിനോടൊക്കെ ഒപ്പം ഇരുന്ന് ഗെയിം എൻജോയ് ചെയ്ത് അങ്ങനത്തെ തരം ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ തരത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് TV ആയിരിക്കും ബെസ്റ്റ്. സോ ഈ വീഡിയോ ഒരിക്കലും ഒരു ബ്രാൻഡിനെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, മറിച്ച് ഒരു നല്ല ബ്രാൻഡ് TV അല്ലെങ്കിൽ ഒരു മോണിറ്റർ എങ്ങനെ തിരഞ്ഞെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ തരത്തിലുള്ളതായിരിക്കും. സോ നമ്മൾ ഈ കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട PS5ന്റെ മാക്സിമം ഔട്ട് എന്ന് പറഞ്ഞാൽ 4K റെസൊല്യൂഷൻ 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ആദ്യം നമുക്ക് മോണിറ്ററിന് തുടങ്ങാം. ആദ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പിന്നെ ഏറ്റവും ടോപ്പ് ലെവലും ഞാൻ പറയും. സോ അതിൽ ഫസ്റ്റ് മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേന് IPS പാനലുകളിൽ വരുന്ന മോണിറ്ററുകളാണ്. ഈ IPS പാനലുകളിൽ വരുന്ന മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഓൾറൗണ്ടർ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും ഈ IPS പാനലുകളുടെ മോണിറ്ററാണ്. ഗെയിമിംഗ് മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു PC ഉണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല ബെസ്റ്റ് കളർ ആക്യുറസി ഔട്ട് നൽകാൻ കാപ്പബിൾ ആയിട്ടുള്ള ഒരു പാനലാണ് ഈ പറയുന്ന IPS പാനലുകൾ. നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേനും എനിക്കും അതുപോലെ മെജോറിറ്റി ഓഫ് ഗെയിമേഴ്സിനും തീരെ ഇഷ്ടമല്ലാത്തൊരു കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ബാക്ക് ലൈറ്റ് ബ്ലീഡിങ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഡാർക്ക് സീനുകൾ, അതിപ്പോൾ ഗെയിം ആയിക്കോട്ടെ മൂവീസ് ആയിക്കോട്ടെ, ഡാർക്ക് സീനുകളൊക്കെ വരുമ്പോൾ അവിടെ ഒരുമാതിരി ഗ്രേ ലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ആ ബ്ലാക്കിന് ഒരു ഡെപ്ത് ഉണ്ടാവില്ല. നല്ല കറുത്ത കളർ ബ്ലാക്ക് ആയിരിക്കത്തില്ല, അത് ഒരുമാതിരി ഗ്രേ കളറിൽ ഫുള്ള് നമ്മൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്ന് കളിക്കുവാണെങ്കിൽ നമുക്കത് നല്ല രീതിക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഈ പറയുന്ന IPS പാനലുകളിലുണ്ട്. പക്ഷേ ഈ നെഗറ്റീവുകളൊന്നും അത് വാങ്ങാതിരിക്കാൻ ഒരു കാരണമാക്കി ആരും എടുക്കരുത്. കാരണം ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലുള്ളത്, എല്ലാവരും വാങ്ങുന്നതും ഇതൊക്കെ തന്നെയാണ്. എല്ലാ പാനലുകളിലും അതിനേതായിട്ടുള്ള പ്ലസും കാണും, അതുപോലെ തന്നെ നെഗറ്റീവും കാണും. അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ നെഗറ്റീവും കൂടെ മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സോ തുടങ്ങുമ്പോഴേ ഒരു ഫ്രഷ് മോണിറ്ററിലൊന്നും ഈ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. സോ ഈ മോണിറ്റർ വാങ്ങുമ്പോഴേ നിങ്ങളത് ടെസ്റ്റ് ചെയ്യുക. അതുപോലെയുള്ള ബ്ലാക്ക് സീനുകളൊക്കെ ചുമ്മാ യൂട്യൂബിലൊക്കെ കിട്ടുന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഈ പറയുന്ന ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിട്ടേൺ അയക്കുക, എന്നിട്ട് വേറെ പ്രോഡക്റ്റ് വാങ്ങുക. സോ ഈ IPS പാനലുകളിൽ തന്നെ 4K 120 Hz, 144 Hz, 180 Hz അങ്ങനെ ഒരുപാടധികം മോണിറ്റേഴ്സ് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. നല്ല റേറ്റിംഗ്, റിവ്യൂസും ഒക്കെ പരിഗണിച്ചിട്ട് നല്ലൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ ഈ 4Kയിൽ VA പാനലുകളിലും അവൈലബിൾ ആണ്. അത് അങ്ങനെ ആരും അധികം ചൂസ് ചെയ്യാറില്ല. അതിനൊരു പ്ലസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്ലാക്ക് ഏരിയാസ് ആ പറയുന്ന പാനലിൽ കുറച്ചും കൂടെ ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് തോന്നും. കോൺട്രാസ്റ്റ് ലെവൽ കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ അതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസുകൾ കളിക്കുമ്പോഴത്തേനും ഇൻപുട്ട് ലാഗുകൾ കൂടുതലായിട്ട് അറിയപ്പെടുവതില്ല. മറ്റേ IPSനെ അപേക്ഷിച്ച് VA പാനലുകൾക്ക് റേറ്റും കുറവാണ്. സോ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നമ്മളെ ടോപ്പ് എൻഡിലേക്ക് വരാം, അതായത് പ്രീമിയം കാറ്റഗറി. ഇതിനപ്പുറം മേലെ ഒന്നുമില്ല, ഇതാണ് ഏറ്റവും ടോപ്പ്. പൈസ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി OLED പാനലിലുള്ള മോണിറ്റർ വാങ്ങിച്ചോ. ഡിസ്പ്ലേ ടെക്നോളജികളിൽ തന്നെ കിങ് പിൻ എന്നറിയപ്പെടുന്ന പാനൽ ഏകദേശം 60Kക്ക് മേലെ പോകും ഇതിന്റെ റേറ്റ് തന്നെ. നല്ല ഡെപ്തും നല്ല ക്രിസ്പ് ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യും. നമ്മൾ മോണിറ്റർ ഫുള്ള് ബ്ലാക്ക് വാൾപേപ്പർ ഇട്ടാൽ പോലും നമ്മൾ വിചാരിക്കും മോണിറ്റർ ഓഫ് ആയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഗെയിം കളിക്കാൻ വമ്പം പൊളിയാണ്. ഇതിനെപ്പറ്റി വേറൊന്നും പറയാനൊന്നുമില്ല. എല്ലാത്തിലും ഉള്ള പോലെ ഇതിലും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ഇതങ്ങനെ എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊന്നും അധികം റെക്കമെൻഡബിൾ അല്ല. കാരണം ഇതിന്റെ കളർ ആക്യുറസി ഒക്കെ എഡിറ്റിംഗും പരിപാടിക്കൊക്കെ ബാധിക്കും. അതായത് ഈ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് OLED പാനൽ അധികം സ്യൂട്ട് ആകത്തില്ല. അതുപോലെ തന്നെ IPS പാനലുകളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ OLEDക്ക് ലൈഫ് സ്പാൻ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ബേണിൻ ഇഷ്യൂസ് ഉണ്ടാവും. പല ക്രിയേറ്റേഴ്സിന്റെയും ബാക്കിൽ ഇതുപോലെ OLED മോണിറ്റേഴ്സ് വെച്ച്, ഇതിപ്പോൾ OLED അല്ല എന്നിരുന്നാലും ചില ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ OLED മോണിറ്റർ വെച്ചിട്ട് അതിൽ ലൈവ് വാൾപേപ്പർ എപ്പോഴും സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കാണാൻ പറ്റും. അത് എന്തിനാണെന്നറിയാമോ? അത് ശരിക്കും ഡെക്കറേഷനും കാര്യങ്ങൾക്കും വെറുതെ ഷോക്ക് ഇട്ട് വെച്ചേക്കുന്നതല്ല. നമ്മൾ സ്റ്റാറ്റിക് വാൾപേപ്പറുകൾ ഈ OLED പാനലുകളിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഈ വിൻഡോസിന്റെ ഒക്കെ സ്റ്റാർട്ട് ബാർ ഒക്കെ ഇല്ലേ, ഇതൊക്കെ OLED യൂസേഴ്സ് എപ്പോഴും ഹൈഡ് ചെയ്തിട്ടേക്കും. ജസ്റ്റ് മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ മാത്രം പോപ്പപ്പ് ആവുന്ന രീതി. എന്ന് വെച്ചാൽ സ്ക്രീനിൽ ഒരു കാര്യവും എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് അവർ വെച്ചേക്കത്തില്ല. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ നാളെ ഇല്ല അച്ച് കണക്ക് അവിടെ കിടക്കും. മനസ്സിലായോ? ഇപ്പോൾ വാൾപേപ്പർ ആണെങ്കിൽ പോലും ഒരേ വാൾപേപ്പർ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും വാൾപേപ്പർ മാറ്റുമ്പോഴത്തേന് അതിന്റെ ഒരുമാതിരി ഒരു ചെറിയ ഷെയ്ഡ് പോലെ അവിടെ ഇങ്ങനെ അച്ച് കണക്ക് ഇങ്ങനെ കിടക്കും. ഇത് OLED പാനലുകളിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. അതുകൊണ്ട് എപ്പോഴും OLED യൂസേഴ്സ് ഇതുപോലുള്ള ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്തിടും. കാരണം സ്ക്രീൻ എപ്പോഴും ഇങ്ങനെ
അനങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് മൂവീസിനൊക്കെ പക്ക സാധനമാണ് കേട്ടോ ഈ OLED ഒക്കെ. ഫണ്ടുള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് എടുക്കാം. സോ ബേസിക് ആയിട്ട് ഈ പറയുന്ന മോണിറ്ററുകളൊക്കെ എടുക്കുമ്പോൾ ഈ പറയുന്ന ഏത് പാനലുകളിൽ നിന്നായാലും 4K 120 Hz, അതുപോലെ തന്നെ റെസ്പോൺസ് ടൈം അവർ മെൻഷൻ ചെയ്തേക്കും. മിനിമം 1 ms താഴെ, 1 ms അല്ലെങ്കിൽ അതിൽ താഴെ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. കുറയുന്നിടത്തോളം നല്ലത്. 0.5 ms വരുന്ന മോണിറ്റർ ഉണ്ട് ഗെയിമിങ്ങിന് മാത്രമായിട്ട്. അതിൽ അടിക്കുന്ന അടിയിൽ അവിടെ തെളിയും സാധനം. അതാണ് അവർ ഈ MS കൊണ്ട് മെൻഷൻ ചെയ്തേക്കുന്നത്. എല്ലാ മോണിറ്ററിന്റെ കുറച്ചുകൂടെ സൈപ്പ് ചെയ്യുമ്പോൾ താഴെ അവർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കും ഇത് 1 ms ആണ് അല്ലെങ്കിൽ ഇത് 0.5 ms വരുന്ന മോണിറ്റർ ആണെന്ന് മെൻഷൻ ചെയ്തേക്കും. നല്ല റിവ്യൂ നല്ല റേറ്റിംഗും ഉള്ള മോണിറ്റർ ബ്രാൻഡിന്റെ മോണിറ്റർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടിവിയിലോട്ട് കയറാം. സോ TV സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളിവിടെ ബേസ് ആയിട്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ 4K, അതുപോലെ തന്നെ ഗെയിമിംഗ് മോഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് HDMI 2.1 എന്ന് പറയുന്ന പോർട്ട്. ആ പോർട്ടിലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. സാധാ HDMI 2.0 എന്ന് പറയുന്ന ആ പോർട്ടിൽ നമുക്ക് ഇതിന്റെ പീക്ക് ഔട്ട് കിട്ടത്തില്ല. HDMI 2.1 തന്നെ വേണം. സോ അത് കൺഫേം ചെയ്യുക. അതിൽ ഏറ്റവും ത്രെഡ് ലൈൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 32 ഇഞ്ചിൽ 4K ടിവികളൊന്നും ഇല്ല. 43 ഇഞ്ചിന് മേലെയാണ് 4K ടിവികൾ വരുന്നത്. അതിൽ തന്നെ ഞാൻ ബഡ്ജറ്റ് കുറവായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രീമിയം സെഗ്മെന്റുമായിട്ട് 4 പാനലുകൾ പരിചയപ്പെടുത്താം. ഒന്നാമത്തത് IPS പാനൽ 4K ടിവികൾ. മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ വീടുകളിലും ഇരിക്കുന്നത് IPS പാനലിൽ വരുന്ന ടിവികളായിരിക്കും. ഇതിന് വൈഡ് ആംഗിൾ വ്യൂ കിട്ടും. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കളറും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയി. പക്ഷേ ലൈറ്റ് അണച്ചു നോക്കിയാൽ ഇരുട്ടുള്ള സീനുകളിലൊക്കെ ഒരുമാതിരി ഗ്രേയിഷ് കളറിലിരിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിനൊന്നും ഒരു ഡെപ്ത് ഇല്ലാത്ത കണക്കിരിക്കും. അതാണ് IPS. പിന്നെ രണ്ടാമത് വരുന്നതാണ് QLED. ഈ ഗെയിമിങ്ങിനും കൺസോൾ ഗെയിമിങ്ങിനും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് ഈ പറയുന്ന QLED ആണ്. ഇത് OLEDയോടൊപ്പം കൂടെ പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു പാനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ LED IPSന്റെ ഒക്കെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ്. സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളാണ് ഈ പറയുന്ന ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്വാണ്ടം ഡോട്ട് LED അതാണ് ഈ പറയുന്ന QLED. നേരത്തെ ഞാൻ പറഞ്ഞ LED ടിവികളെക്കാട്ടിയും ഈ പറയുന്ന QLEDയിൽ കുറച്ചും കൂടെ നല്ല വൈബ്രന്റ് കളറും അതുപോലെ തന്നെ ഡാർക്ക് സീനിലൊക്കെ ഏറ്റവും ക്ലോസ് ടു നല്ല ഒരു ഡീപ്പ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വേറൊരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെളിച്ചം കയറുന്ന തരത്തിലൊരു ഹാളിലാണ് ഈ TV വെക്കുന്നെങ്കിൽ പോലും നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള സമയത്തും നല്ലൊരു വിഷ്വൽ ഇതിൽ നിന്ന് കിട്ടും. നെഗറ്റീവിലോട്ട് വരുമ്പോൾ ടിവിയുടെ കാറ്റഗറിയിൽ അങ്ങനെ നെഗറ്റീവ് വളരെയധികം കുറവാണ്. ഞാൻ നേരത്തെ മോണിറ്ററുകളിൽ കുറേ പാനലുകൾക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും നല്ല ഒരു ഇഷ്യൂസ് ഒന്നും ഈ പറഞ്ഞ TV കാറ്റഗറിയിൽ വരുന്ന പാനലുകൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല, ഉണ്ടാവില്ല. അപ്പോൾ QLED കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രീമിയം, അതായത് മിനി LED പിന്നെ OLED. ഇതിനും നല്ല പ്രൈസാണ് ഈ പറയുന്ന മിനി LED. OLED പോലെ തന്നെയുള്ള ഒരു ഔട്ട് ഇതിൽ നിന്നും കിട്ടും. പിന്നെ അതിൽ നിന്നും മേലെ പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ OLED ടിവികൾ തന്നെയാണ്. ഇതിലും ഞാൻ ഈ പറഞ്ഞ കോൺസ് ഒന്നും അപ്ലൈ ആവത്തില്ല. കാരണം ഇതൊക്കെ ടിവികളാണ്. ടിവിയിലൊന്നും നമ്മൾ ഈ പറയുന്ന കണക്ക് PC ഉപയോഗിക്കുന്ന കണക്ക് സ്റ്റാറ്റിക് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അതിപ്പം എന്റർടൈൻമെന്റ് സിനിമകളായാലും സ്ക്രീനിൽ ചലനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. സോ ആ ഇഷ്യൂസ് ഒന്നും ഇവിടെ അധികം വരത്തില്ല. അപ്പോൾ ഈ 4 ടൈപ്പ് പാനലുകളാണ് ടിവിയുടെ സെക്ഷനിൽ വരുന്നത്. കൺഫേം ചെയ്യേണ്ടത് 4K ആണോ, ഈ പറഞ്ഞ കണക്ക് ഗെയിമിംഗ് മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഗെയിമിംഗ് മോഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും ഈ പറഞ്ഞ കണക്ക് ALLM എന്നൊക്കെ പറയുന്ന ഫീച്ചർ ഉണ്ട്. ഓട്ടോ ലോ ലേറ്റൻസി മോഡ് എന്ന് പറയും. അതുപോലെ VRR വേരിയബിൾ റിഫ്രഷ് റേറ്റ് അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഈ പറയുന്ന ഗെയിമിംഗ് മോഡുകളുള്ള ടിവികളിലും ഉണ്ടാവും. നിങ്ങൾ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ ആ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ പറയുന്ന ടിവിയിൽ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻപുട്ട് ലാഗ് കുറയ്ക്കാൻ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആവും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഇവിടെ സാംസങ്ങിന്റെ QLED ആണ്. Q80D എന്ന് പറയുന്ന 2024 മോഡൽ TV ആണ്. സിമിലർ ലൈക്ക് ഈ OLEDയോടൊപ്പം തന്നെ പിടിക്കാൻ പറ്റുന്നതാണ്. OLED ഒക്കെ TV നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ 1,20,000 മേലെ ആ റേറ്റൊക്കെ ആവും. നല്ല റേറ്റാണ്.